ഏവർക്കും നമസ്കാരം. ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിങ്ങിലേക്ക് കൂടി സ്വാഗതം. ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ട സന്ദേശം അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫ് ഗൈഡൻസ്, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ പാതയെക്കുറിച്ചിട്ട് നൽകുന്ന ഒരു ഗൈഡൻസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഈ ഒരു ജേണിയിൽ നിങ്ങളെ സഹായിക്കാൻ തീർച്ചയായിട്ടും ഗൈഡൻസുമായിട്ട് ഞാനും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോട്ട് റീഡിംഗ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് തീർച്ചയായിട്ടും ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. 3 ഫോട്ടോയിൽ ഏത് ഫോട്ടോയോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം റീഡിംഗ് കേൾക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് മാത്രം എടുത്ത് ലെറ്റ് ഗോ ചെയ്താൽ മതിയാവും. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് റൈറ്റ് പാത്ത് റോങ് പാത്ത് അങ്ങനെയില്ല കാര്യമായിട്ട്. അതായത് റോങ് പാത്ത് എന്നൊരു അവസ്ഥ ഇല്ല. ശരിക്കും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വഴി തെറ്റും. അത് മേ ബി നമ്മുടെ ഇല്യൂഷൻ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മായയിൽ കുടുങ്ങിയിട്ട് നമുക്കങ്ങനെ തോന്നി നമ്മൾ പോകേണ്ടതായിരിക്കാം. അല്ലെങ്കിൽ നമുക്കതൊരു ലൈഫ് ലെസൺ ആയിരിക്കാം. അപ്പോൾ ഒന്നിനെയും വിചാരണ ചെയ്യാതിരിക്കുക. ഇവിടെ റൈറ്റ് പാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമയം ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് ആണ്. നിങ്ങളിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആയിരിക്കുന്നൊരവസ്ഥയിൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു നല്ലൊരു വഴിയായിട്ട് തോന്നിയേക്കാം. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണിത് റൈറ്റ് പാത്ത് എന്ന്, നിങ്ങളുടേതായിട്ടുള്ള പാത എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം പല കാര്യങ്ങളും നമ്മൾ വീണിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളിലേക്ക് കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. പക്ഷേ നമ്മൾ കൃത്യമായിട്ടൊരു മാർഗ്ഗനിർദ്ദേശം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് പ്രത്യക്ഷപ്പെട്ടേക്കാം. അത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് ഉപയോഗപ്പെടുകയും ചെയ്യും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കുടുങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പലതരത്തിലുള്ള ഇല്യൂഷൻസ്, ഫിയർ നിങ്ങളെ പലപ്പോഴും കാർന്നു തിന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിഞ്ഞുവെങ്കിൽ കൂടി ഇപ്പോഴും പല കാര്യങ്ങളും നിങ്ങളെ താഴോട്ട് വലിക്കുന്നുണ്ട്. സബ് കോൺഷ്യസ്ലി ഒരുപാട് ഫിയർ, ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പ്രശ്നമാണ് എത്ര ഉയർന്നു വന്നാലും വീണ്ടും താഴേക്ക് തന്നെ പോകാനുള്ളൊരു റീസണായിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ഇന്നർ വേൾഡ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് എബിലിറ്റീസ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കഴിവുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പലപ്പോഴും മായയിൽ കുടുങ്ങിപ്പോകുന്നു. പലതരത്തിലുള്ള ഇല്യൂഷൻസാണ് നിങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു റിയാലിറ്റിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്നത് വഴി നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പല അവസ്ഥകളിലേക്കും എത്തിച്ചേരണമെന്നുണ്ട്. പക്ഷേ ഉള്ളിൽ എവിടെയോ ഇരിക്കുന്ന, സബ് കോൺഷ്യസ്ലി ഇരിക്കുന്ന ആ ഫിയർ, ഇൻസെക്യൂരിറ്റീസ് ആണ് താഴോട്ടേക്ക് കൊണ്ടിടുന്നത്. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ആ ഒരു ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും മായ നിങ്ങളെ സമ്മതിക്കുന്നില്ല. പലപ്പോഴും സത്യം നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഇല്യൂഷൻസ് നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം. അതായത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി വന്നേക്കാം. ഇനി എന്ത് ചെയ്യും, ഞാൻ ഈ പോകുന്ന വഴി കറക്റ്റാണോ, ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള ചിന്തകളിൽ കുടുങ്ങിപ്പോയേക്കാം. അപ്പോൾ മായയിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം എന്നറിയോ, നമ്മുടെ ഉള്ളിലെ പല വോണ്ടുകളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മുടെ ഉള്ളിലെ കൃത്യമായിട്ടുള്ള ഫിയർ എന്താണ്, മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താണ് എനിക്ക് തടസ്സം നിൽക്കുന്നത് എന്നുള്ള കാര്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു യുദ്ധം ചെയ്തു നിൽക്കുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ചലഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പല തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ടൈം പല ഇമോഷൻ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. അപ്പം നിങ്ങളുടെ ഇന്നർ വേൾഡുമായിട്ട് ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തിരിച്ചറിവുണ്ടാക്കിയെടുക്കുക. എന്താണ് എനിക്ക് ഫ്രസ്ട്രേഷൻസ് തരുന്നത്. അപ്പോൾ ഒന്ന് എഴുതി നോക്കുക, അല്ലെങ്കിൽ ജേർണലിംഗ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ അവനവനോടൊന്ന് സംസാരിച്ചിട്ട് പല കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡീപ്പ് ബ്രീത്തിങ് നിങ്ങളെ
ഒന്നും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. മായ നിങ്ങളെ ദുഃഖിപ്പിക്കും, പക്ഷേ റിയാലിറ്റി കുറച്ചു നേരം നിങ്ങളെ ദുഃഖിപ്പിക്കും, പക്ഷേ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് അത് ശരിയായ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ അതിജീവിച്ചിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കുക. ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഇനി അലൈൻമെൻറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന 3 ഓഫ് സോർട്സ് ആണ്. അതായത് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ഹാർട്ട് ബ്രേക്ക്, സോറോ, ഇമോഷണൽ പെയിനിലൊക്കെ കൂടെയൊക്കെ കടന്നു പോയൊരു അവസ്ഥയാണ്. അതായത് നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ, നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് അലൈനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസ്റ്റ് വൂണ്ടുകൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഹീൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക. അതാണ് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന കാർഡ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഇല്യൂഷൻസിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റ് വൂണ്ട് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, പാസ്റ്റിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പലതരത്തിലുള്ള ഗ്രീഫ് ആൻഡ് സോറോ, അതായത് വിഷമം, സങ്കടം, പല ലോവർ ഫ്രീക്വൻസിയിലുള്ള ഇൻസെക്യൂരിറ്റീസ് നിങ്ങളെ പലപ്പോഴും താഴോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തിരിച്ചറിയുക. പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, വിഷമകരമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും കൂടി നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക. നമ്മൾ അത് തന്നെ ഓർത്തുകൊണ്ടിരുന്നിട്ട് ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, തടസ്സങ്ങൾ അതിജീവിച്ചിട്ട് വന്നിട്ടുണ്ട്, എന്നിട്ട് കൂടി നിങ്ങൾ വീണ്ടും താഴോട്ടേക്ക് പോവുകയാണ്. പഴയ അവസ്ഥ വീണ്ടും നിങ്ങളെ കാർന്നത്. ഒരിക്കലും പാസ്റ്റ് വോണ്ടുകൾ നിങ്ങളെ പിടിച്ചു നിർത്താൻ അനുവദിക്കാതിരിക്കുക. വീണ്ടും നിങ്ങൾ ഉയർന്നു വരേണ്ടത് ആവശ്യമാണ്. ഇമോഷണൽ ബ്ലോക്കേജസ് എന്താണെന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ അത് റിലീസ് ചെയ്യുന്നതോടുകൂടി വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത്, ഈ ഒരു സമയം എന്ന് പറയുന്നത് ഹീലിങ്ങിന് വേണ്ടിയിട്ടും ക്ലിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ഫൊർഗീവ് ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൊർഗീവ് ചെയ്ത് കൊടുത്ത് അവരെ ലൈഫിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫൊർഗീവ്നെസ് ലെറ്ററൊക്കെ എഴുതുന്നത് ഈ ഒരു സമയത്ത് നല്ലതായിരിക്കും. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ക്ലിയർ ഹാർട്ട് ആൻഡ് മൈൻഡ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സാധിക്കും, വിജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും താഴ്ന്നു പോകാതിരിക്കുക. ഇതാണ് വീണ്ടും നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യാനുള്ള മാർഗ്ഗം. തീർച്ചയായിട്ടും ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യുന്നത് വഴി നിങ്ങളുടെ പാത ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനുള്ളൂ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്, ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇമോഷണലി ഒന്ന് ബാലൻസ് ആവുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും, അതായത് ഈ ഒരു സമയം പല കാര്യങ്ങളും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. മെൻ്റലി പല ഫ്രസ്ട്രേഷൻസും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസ് നിങ്ങളിപ്പോൾ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ വരുതിയിലല്ലാത്ത കാര്യങ്ങൾ, കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഈ ഒരു സമയം ലെറ്റ് ഗോ ചെയ്ത് ഡിവൈനിൽ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പലർക്കും ചില റിലേഷൻഷിപ്പ് എൻഡ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നു. അതിൻ്റെ സൂചനകൾ നിങ്ങൾ കണ്ടു തുടങ്ങുന്നു. പലരും ചില റിലേഷൻഷിപ്പിൽ നിന്ന്, ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ ഹാസ്റ്റ് വേർഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് ചില റിലേഷൻഷിപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് ഒരു പ്രഷർ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് ഇപ്പോൾ തോന്നിയേക്കാം. ചിലർക്കത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം. അവിടെ കൂടുതലായിട്ടും പ്രഷർ അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പലർക്കും നിങ്ങളൊരു മാതൃകയാവേണ്ട ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സോൾ പർപ്പസ് ഉള്ളതായിട്ട് കാണുന്നു. സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു മാതൃകയാവേണ്ട ആൾക്കാരായിരിക്കാം നിങ്ങളിൽ പലരും. ഓക്കെ, പക്ഷേ ഈ ഒരു ടൈം സ്വയം നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സ്പിരിച്വലി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടീസസ് ആ ഒരു വഴിയിൽ കൂടി പൂർണ്ണമായിട്ടും യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കുറച്ച് മുന്നോട്ടേക്ക് പോകുന്തോറും വീണ്ടും തടസ്സങ്ങൾ നിങ്ങളെ ബാധിച്ചേക്കാം. ചില ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചേസിങ് എനർജിയിലേക്ക് പോയി അവരുടെ പിന്നാലെ പോകുന്നുണ്ടാവാം. ഓർമ്മകൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വേട്ടയാടുന്നുണ്ടാവാം. അത് വീണ്ടും നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി തരുന്നുണ്ടാവാം. ഓക്കെ, സോ പലപ്പോഴും നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഈ ഒരു അവസ്ഥ മറികടക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യുക, ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കി മാറ്റി നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് ക്ലിയർ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ.
നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഈ സിറ്റുവേഷൻ എന്താണോ അത് പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രതീക്ഷയുടെ കാർഡുകൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു റിന്യൂവൽ, ഹോപ്പ്, ഇന്നർ ക്ലാരിറ്റി ഒക്കെയാണ് ഇനി കടന്നു വരേണ്ടത്. അപ്പോൾ മനസ്സിലാക്കാം, ഒരു ബാലൻസ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമാണ്. അപ്പോൾ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ കണ്ടു. ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ടാവാം. അപ്പോൾ അവരുടെ പിന്നാലെ ചെല്ലേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അതൊരു ലൈഫ് ലെസൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വന്നതായിരിക്കാം. നിങ്ങളുടെ ഹയർ പർപ്പസിലേക്ക് നിങ്ങളുടെ ഒരു ഹയർ സെൽഫായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ജേണി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണല്ലേ. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രതീക്ഷയോടുകൂടി തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാനിരിക്കുന്നു. പക്ഷേ ഏതോ ഒരു കാര്യത്തിൽ സ്റ്റക്കാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഒരുപാട് ഇൻഫിനൈറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ്, ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ വെളിച്ചം പുറമേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ടൈം ആയിട്ടുണ്ട്. പക്ഷേ ആ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എവിടെയാണ് സ്റ്റക്കായിരിക്കുന്നത്, അതിനെ കണ്ടെത്തി പുറത്തേക്ക് വരാൻ മാക്സിമം ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പ്രോഗ്രസ് ആണ് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റായിട്ട് ചില കാര്യങ്ങൾ പോസിബിളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സത്യാവസ്ഥ തുറന്ന് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അവസ്ഥകൾ തുറന്ന് പറഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുന്നോട്ടേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഗോൾസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അധികം നിങ്ങൾക്ക് താമസമില്ല. പക്ഷേ എത്തേണ്ട അവസ്ഥയിൽ എത്തണമെങ്കിൽ ആ കംഫർട്ട് സോൺ ലീവ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് വരണമല്ലോ. കാരണം പ്രതീക്ഷയുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുമ്പിലുണ്ട്. എന്നിട്ട് നമുക്ക് ആ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഫേർട്ട് എടുത്തേ പറ്റൂ. ഇതൊരു സമയമാണ്, നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗോളുമായിട്ട് കണക്ട് ചെയ്യുക. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കാലതാമസം ഇല്ല. അപ്പോൾ ഇറങ്ങുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടൈം ചെയ്യേണ്ടത്. മാനിഫെസ്റ്റ് ചെയ്യുക, കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ പാതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നമുക്ക് പെട്ടെന്നൊരു മൂവ്മെൻറ്റ്, പ്രോഗ്രസ് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഐ തിങ്ക് ഇത് സെക്കൻഡ് ഫോട്ടോയുടെ തുടർച്ചയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ സെയിം കാർഡ് നമുക്ക് അവിടെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ആണ് കാണുന്നത്. ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ എടുത്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്, അത് തീർച്ചയായിട്ടും നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് നമുക്ക് കാണുന്നത്. തടസ്സങ്ങളെ നിങ്ങൾ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വരുന്നതാണ് തീർച്ചയായിട്ടും. നിങ്ങളുടെ വഴിയെന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിസ്സാരമായിട്ടുള്ള ഒരു വഴി, അല്ലെങ്കിൽ ചെറിയൊരു ഗോളല്ല നിങ്ങൾക്കുള്ളത്. വലിയൊരു കാര്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതായിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ സോൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ എന്തോ ഒരു സത്യം കണ്ടുപിടിക്കണം എന്നുള്ളൊരു അന്വേഷണത്തിൽ പലപ്പോഴും നിൽക്കുന്നുണ്ടാവാം. ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം കാര്യങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി കുറച്ച് ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ കുറേ കൂടി നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസുമായിട്ട് അലൈനായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സോൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി ആ ഒരു നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സിൽ കണക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ അതത് സമയത്ത് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരുന്നതാണ്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് തന്നെയാണ്. എങ്കിലും ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക, കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അടുത്ത് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ള സന്ദേശം തന്നെയാണ് വരുന്നത്. ഒരു ലോങ് ടേം പ്ലാനിങ് ആണ് പലപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ പാത ചിലപ്പോൾ
പല പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. എങ്കിൽ കൂടി ചിലപ്പോൾ നിരാശ തോന്നുന്നുണ്ടാവാം. ഐ തിങ്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ കൂടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും ഒരു ശൂന്യത, ഒരു വോയിഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ ക്ഷമയോട് കൂടി കാത്തിരിക്കുക. ചിലർക്ക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പാത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പല കാര്യങ്ങളും അതായത് വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് ഇല്ലയെന്ന് തോന്നുന്നുണ്ടാവാം. ഒരുപാട് വർക്ക് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് പോലും വിചാരിച്ചൊരു റിസൾട്ട് ഇല്ലയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് യോജിച്ച കാര്യങ്ങൾ മാത്രമേ യൂണിവേഴ്സ് തരുള്ളൂ. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയങ്ങളിൽ നമ്മൾ ഡിവൈൻ പ്ലാൻ എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതനുസരിച്ചിട്ട് നിൽക്കുന്നതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ വിത്ത് പാകിയിട്ടുണ്ട്. റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അധികം ക്ഷമയില്ലാതെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ പിന്നെയും നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ട് അധികം താമസിയാതെ തന്നെ എത്തിച്ചേരുന്നതാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ഈ ഒരു സമയത്ത്. അടുത്ത സ്റ്റെപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ക്ഷമയോടെ കാത്തിരിക്കാം. അപ്പോൾ ഇനി എന്താണ് അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, എവിടെയോ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നു. ആരെ ജഡ്ജ് ചെയ്യുന്നു? ചിലപ്പോൾ സ്വയം ജഡ്ജ് ചെയ്യുന്നു, ചിലപ്പോൾ ദൈവത്തെ ജഡ്ജ് ചെയ്യുന്നു. പല കാര്യങ്ങളും വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്ന് വിഷമിക്കുന്നു, പരാതി പറയുന്നു. ഇത് മനസ്സിലാക്കുക, ഒരു ഹയർ സെൽഫിൻ്റെ വിളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടേക്കുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്. ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. ആക്ഷൻ എടുക്കേണ്ട ടൈമാണ്. ചില കാര്യങ്ങൾ ക്ഷമിച്ചു കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഇന്നർ കോളിങ്ങിലേക്ക് കണക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവനവൻ്റെ ഉള്ളിലെ ഉൾവിളി എന്നൊക്കെ പറയാറില്ലേ, അവനവൻ്റെ ഉള്ളിലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കൃത്യമായിട്ടുള്ള പാത നിങ്ങളുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, പുറമേ നിന്നുള്ള പ്രഷർ കാരണം അത് കാണാതെ പോകരുത്. ഫൊർഗീവ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്വയം ഫൊർഗീവ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. സ്വയം അവനവനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർ പറയുന്നതല്ല നിങ്ങൾ, സ്വയം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വാല്യൂ ഉണ്ട്, അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ക്ലിയർ ആയിട്ട് ഒരു പർപ്പസിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ടൈം അവേക്കണിങ്ങിൻ്റെ ടൈമാണ്. സ്പിരിച്വൽ അവേക്കണിങ്ങിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പെയിൻ, ബുദ്ധിമുട്ടുകൾ, ജഡ്ജിങ് മെൻറ്റാലിറ്റി, ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ദൈവത്തിന് സറണ്ടർ ചെയ്യും, ചിലപ്പോൾ വീണ്ടും നമ്മൾ ചോദ്യം ചെയ്യും. ഒരുപാട് അവസ്ഥകളിൽ കൂടി പലപ്പോഴും കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സറണ്ടറിങ് എന്നൊരു പ്രോസസ്സിൽ കൂടി കടന്നു പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് കൂടുതൽ അലൈനായിട്ട്, ദൈവമായിട്ട് അലൈനായിട്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവത്തിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു അവസ്ഥയാണ്. അതാണ് സ്പിരിച്വൽ അവേക്കണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പല തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും പലപ്പോഴും ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നത്. സ്വയം അവനവനെ കണ്ടെത്താനുള്ളൊരു യാത്രയാണിത്. അപ്പോൾ അതിനിടയിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവനവനെ തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ. താങ്ക് യു ഫോർ സപ്പോർട്ട്.